ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. നമ്മൾ ചോദ്യങ്ങളെ പഠിക്കണം എന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ LDC പരീക്ഷയിലെ ചോദ്യ പേപ്പർ എടുക്കുകയാണ്. എങ്ങനെ ഇതുപോലെ ആയിരിക്കണം പരീക്ഷാ ഹാളിലെത്തുമ്പോൾ നമ്മൾ ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് പറയുന്നത് പോലെയല്ല പരീക്ഷാ ഹാളിൽ എന്നറിയാം. എങ്കിലും കുറച്ചുകൂടി നമ്മൾ ഈ ഒരു രീതി കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്ന മാർക്ക് കൂടി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അത് ഇതുപോലെയാണ്. ഇങ്ങനെ ചെയ്താൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ പിന്നാലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അടിച്ചു കയറി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അതായത് പുത്തൻ ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, പരിശീലിക്കുക. വരാൻ വേണ്ടി പോകുന്ന LGS-ലായിക്കോട്ടെ, 10th പ്രിലിംസ് മെയിൻസ് ആയിക്കോട്ടെ, ഇനി മറ്റേ ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ രീതിയിൽ പഠിക്കണം, ഈ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. പഠിക്കണം എന്നല്ല, കൈകാര്യം ചെയ്യണം. കൈകാര്യം ചെയ്താൽ മാത്രമാണ് നമുക്ക് മാർക്ക് നമ്മുടെ പരീക്ഷകളിൽ ഇനി കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളൂ. അല്ലാതെ നമുക്ക് ഒരുപാട് നെഗറ്റീവുകൾ കടന്നു വരാം. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് പറയുന്നതാണ് നെഗറ്റീവാണ് എനിക്ക് 80 മാർക്ക് ഉണ്ട്, അതിൽ 15 നെഗറ്റീവ് അടിച്ചു എന്നൊക്കെ പറയും. അവിടെ 65 65ലേക്ക് എത്തും. 65 15 തെറ്റി 65ലേക്ക് എത്തും. അതിൽ നിന്ന് വീണ്ടും എത്രയാണ് നമുക്ക് 5 വീണ്ടും 60 മാർക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ചുരുങ്ങി പോകും. അതാണ് നമ്മൾ കാണേണ്ടത്. 60 മാർക്കായിട്ട് നമുക്ക് ചിലപ്പോൾ കട്ട് ഓഫ് 62 ആയിരിക്കാം, 64 ആയിരിക്കാം. പക്ഷെ ഈ 80 ചോദ്യങ്ങൾ നമ്മൾ ഈ 65 ചോദ്യങ്ങൾ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ചിലപ്പോൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് അതിൽ വന്നതിന്. അപ്പൊ ചോദ്യങ്ങളെ കൃത്യമായി പഠിക്കണം. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് ഇനി അങ്ങോട്ട് നോക്കേണ്ടതെന്ന് ഒന്ന് പരിശോധിച്ച് തരിക. നമുക്ക് ഒന്നാമത്തെ ഒരു ചോദ്യം എങ്ങനെയുണ്ട്, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിലെ ഒരു ചോദ്യമാണ്, ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ടാണ്, രണ്ട് നോക്കേണ്ടത് ശരിയാണോ തെറ്റാണോ. ഇവിടെ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, അതില് ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ശരിയാണോ? നമ്മൾ എപ്പോഴും നമ്മുടെ പാഠപുസ്തകം എടുത്ത് നോക്കിയാൽ പോലും ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ല എന്ന് കൂടി ഓർക്കുക. ആമുഖത്തിൽ എവിടെയും ഭാരതം എന്ന പേര് പറയുന്നില്ല. അതുകൂടി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ആർട്ടിക്കിൾ 1 മാത്രമാണ് എന്ത് പറയുന്നത്, ആർട്ടിക്കിൾ 1 മാത്രമാണ് ഇന്ത്യയെ കുറിച്ച് ഭാരതം എന്ന പേര് പറയുന്നത്. വേറെ എവിടെയും ഭാരതം എന്ന ഒരു പേര് ഇല്ല. അപ്പൊ ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്. ഈ ഒരു പ്രസ്താവന തന്നെ തെറ്റാണ് എന്നറിഞ്ഞാൽ ബാക്കി നമുക്ക് നോക്കാം. നേരെ നിങ്ങൾ അടുത്ത ഓപ്ഷൻ പോകാതെ നേരെ അടുത്ത ഇത് പോകാതെ നേരെ ഓപ്ഷനിലേക്ക് വരിക. 1 തെറ്റാണ്. അപ്പൊ 1 വരുന്നത് ഇവിടെ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് 1 വരുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. only 1 and 2 ഡിലീറ്റ് ചെയ്യാം, only 1 and 3 ഡിലീറ്റ് ചെയ്യാം. പിന്നെ all of the above ഇത് 3ഉം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സി എന്ന് പറയുന്ന ഒരു ഉത്തരം മാത്രം, ബാക്കി ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് സി എന്ന് പറയുന്ന ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ചോദ്യങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കണം. ഇവിടെ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. ഇവിടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇത് തെറ്റാണെന്ന് കണ്ടാൽ മറ്റുള്ള രണ്ടും ശരിയാണ്. കാരണം 1 വരുന്നതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ആമുഖത്തിൽ ഉറപ്പ് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്കത് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു പോവാം. കുറച്ചുകൂടി സമഗ്രമായി ഒന്ന് വിലയിരുത്തി പഠിച്ചു പോവാം. ഇതിന് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ഈ 3 കാര്യങ്ങളെ ഓർക്കുന്ന സമയം തന്നെ ധാരാളം. ഇനി അടുത്തൊരു ചോദ്യം, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആദ്യം തന്നെ ശരിയാണോ തെറ്റാണോ, ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളാണ് പറയുന്നത്. അതിൽ ശരിയായ പ്രസ്താവന ഒന്ന്, മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 1 വരുന്നത് നോക്കുമ്പോൾ 1, 2, 3. അപ്പൊ നമുക്ക് ഈ സി അങ്ങ് കളയാം. കാരണം 1 ശരിയാണ്, അമേരിക്കൻ ഭരണഘടനയിൽ നമുക്കറിയാം. അതുകൊണ്ട് സി നമുക്ക് കളയാം. ബാക്കി 3 എണ്ണമാണ് വരുന്നത്.
അടുത്ത രണ്ട് നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടന, അതായത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പൊ നമുക്ക് രണ്ട് വരുന്നത് എന്താണ്? രണ്ട് വരുന്നത് പിന്നെ ശരിയാണെന്ന്, ഒന്നും രണ്ടും വരുന്നത്. അപ്പൊ ഇവിടെ ഓൺലി 1 and 3 ആണ്. അപ്പൊ അതും തെറ്റാണെന്ന് മനസ്സിലായി. ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഈ രണ്ടെണ്ണത്തിൽ ഒന്നായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ഇത് ശരിയാണോ? അല്ല. ഇത് ബ്രിട്ടൻ റൂൾ ഓഫ് ലോ എന്നൊക്കെ നമ്മൾ പറയും. റൂൾ ഓഫ് ലോ അത് നമ്മൾ പഠിച്ചതാണ്. പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അത് ബ്രിട്ടൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് ഡിലീറ്റ് ചെയ്യപ്പെടും. 1 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്തും. 1ഉം 2ഉം ശരിയാണ്. 3 കാനഡയല്ല. കാനഡയിൽ ഫെഡറൽ തത്വം അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിലേക്ക്. ഈ ഒരു ഉത്തരം തെറ്റാണെന്ന് മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ, ഇത് തെറ്റാണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ്, പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. ഓക്കെ, ആ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒന്ന് ശരിയാണെങ്കിൽ അടുത്തത് എത്താൻ പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെ ചില രീതിയിൽ നമുക്ക് എത്താം, അത്രയേ ഉള്ളൂ. അടുത്ത റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വീണ്ടും ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന ഏതുമായി ബന്ധപ്പെട്ട്? റിട്ടുകൾ എന്ന് പറയുമ്പോൾ 5 റിട്ടുകളാണുള്ളത്. നമുക്കറിയാം റിട്ടുകളുമായി ബന്ധപ്പെട്ട് 5 റിട്ടുകളാണുള്ളത്. അപ്പൊ ഇവിടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഇത് ശരിയാണ്. നമ്മൾ റിട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. ശരിയാണ്. ഇത് ശരിയാണെങ്കിൽ, ഈ 1 ശരിയാണെങ്കിൽ ബാക്കി 1 ശരി ഇവിടെ വരണമല്ലോ. അത് വരാത്ത ഓൺലി 3, ഓൺലി 2 എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഓൺലി 1ഉം ഓൾ ഓഫ് ദ എബവ് ആണ്. അവിടെ തന്നെ ഒരു കാര്യം, സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. ആ 1 ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞാൽ 2 തെറ്റാണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. സുപ്രീം കോടതിക്ക് മാത്രമേ, കാരണം അവിടെ ഒന്നാമത്തതിൽ പറയുന്നുണ്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ എന്ന് പറയുന്നുണ്ട്, അല്ലെ? അങ്ങനെ പറയുമ്പോ എന്നാൽ അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട അടുത്ത സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അത് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്താണ്? ഓൾ ഓഫ് ദ എബവ് എന്ന് പറയുന്നതും കട്ട് ചെയ്യാം. പിന്നെ ബി എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ബി എന്ന് പറയുന്ന ഓൺലി 1 എന്ന് പറയുന്ന ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതികൾക്കും പുറപ്പെടുവിക്കാം. തെറ്റ്. ജില്ലാ കോടതി പറയുന്നില്ല. ഇവിടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും, സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം ഹൈക്കോടതിക്ക് 226 പ്രകാരം എന്താണ്? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് ഇങ്ങനെ എത്താൻ വേണ്ടി സാധിക്കും. ഈ ഒരു ചോദ്യത്തിന്റെ ഈ ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെയാണ് ചോദ്യങ്ങളെ നേരിടേണ്ടത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ശീലിക്കണം. ശീലിക്കണം. ഇതിന് നിങ്ങൾ സിവിൽ സർവീസ് പഠിക്കുകയോ സിവിൽ സർവീസിന്റെ പാഠങ്ങൾ പഠിച്ചു പോവുകയൊന്നും വേണ്ട. കാരണം 10th പ്രിലിംസും LGSഉം LDC ഒക്കെ എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ സിവിൽ സർവീസിന്റെ പുസ്തകങ്ങളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പൊന്നുമക്കളെ അതിൽ നിന്ന് വിട്ടുവരാൻ സമയമുണ്ട്. കാരണം അത്രയേറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? വ്യക്തമായി പഠിക്കുക. SSCRT നല്ല രീതിയിൽ പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുക. പിന്നെ കുറച്ചൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അത്രയേ ഉള്ളൂ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇവിടെയും ശരിയായ പ്രസ്താവനയാണ്. ഏതുമായി ബന്ധപ്പെട്ട്? മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. 1, കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഇല്ല, ശിക്ഷ വിധിക്കാൻ കോടതികൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ശിക്ഷ വിധിക്കാൻ കോടതികൾക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ 1 ശരിയാണെന്ന് കണ്ടെത്തിയാൽ 1 വരാത്തത് നമുക്ക് കട്ട് ചെയ്യാം. 2 and 3 കട്ട് ചെയ്യാം. 1 ശരിയാണ്, 2 and 3 കട്ട് ചെയ്യാം. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ മനുഷ്യാവകാശ കമ്മീഷനുള്ളൂ. അതും ശരിയാണ്. അപ്പൊ 1ഉം 2ഉം വരുന്നത്, 3 വരുന്നത് കട്ട് ചെയ്യാം. ഇനി സിയും ഡിയും മാത്രം നോക്കിയാൽ മതിയല്ലോ. അതില് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. അതും ശരിയാണ്. അപ്പൊ നമുക്ക് ഇതും കട്ട് ചെയ്ത് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. അതായത് എല്ലാം ശരിയാണ്. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മനുഷ്യാവകാശ കമ്മീഷൻ അധികാരങ്ങൾ എന്ന ഒരു ഏരിയ ഉണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ശരിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആ ഏരിയ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ 2-3 തവണ വായിച്ചാൽ മതി. വായിച്ചു നോക്കിയ ഒരാൾക്ക് ഈ ഒരു ഉത്തരം വളരെ ഈസിയായി എടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് DPSPയുമായി ബന്ധപ്പെട്ട് ശരിയായ 1, നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. ശരിയാണോ? ഇത് നീതിയുക്തമാണ് എന്നുള്ളത്
തെറ്റാണ്. അതായത് നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? നീതിയുക്തമല്ല. നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമല്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് കോടതികളിലേക്ക് പോവാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് അത് നീതിയുക്തമല്ല, നീതിവാദത്തിന് അർഹമല്ല, അല്ലെങ്കിൽ ന്യായവാദത്തിന് അർഹമല്ല എന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ എന്താണ് വരാത്തതെല്ലാം നമുക്ക് ശരിയായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന് നോക്കാം. ഒന്ന് തെറ്റാണെന്ന് കണ്ട ഒന്ന് വരുന്നത് കട്ട് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം, ഓൾ ഓഫ് ദി അബവ് കട്ട് ചെയ്യാം, പിന്നെ ഓപ്ഷൻ 1 and 2 എന്ന് കട്ട് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻ എയിലേക്ക് നമുക്ക് എത്തപ്പെടാം. പക്ഷെ പലരും പറയുന്നുണ്ട് ഈ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. ചിലപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടാം. കാരണം മൗലികാവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണിവ, സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണിവ. പക്ഷേ ഇത് നമ്മുടെ നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട വ്യക്തമായി പറയുന്നുണ്ട്, മൗലിക അവകാശങ്ങൾക്ക് പുറമെ, അതായത് കോടതി മുഖേന നടപ്പിലാക്കേണ്ട അവകാശങ്ങളെ മൗലികാവകാശങ്ങളും മറ്റ് ഉള്ളതിനെ എന്താണ് അവകാശങ്ങളുമായിട്ട് എടുത്ത്, അങ്ങനെയാണ് നിർദ്ദേശക തത്വം എന്ന രീതിയിൽ മറ്റുള്ള അവകാശങ്ങളെ അവിടെ എടുത്തു വെക്കുന്നത്. അതുകൊണ്ട് അതിന് പുറമെയുള്ള ചില അവകാശങ്ങളാണ് ഇവ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് സമൂഹം കൈകൊണ്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് 2ഉം 3ഉം ശരിയാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത്, ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഉൾപ്പെടുന്ന എന്ന് പറയുമ്പോൾ അത് ശരിയായ പ്രസ്താവന ഏതെന്ന അർത്ഥത്തിൽ കൂടി നമുക്ക് ഉൾപ്പെടുത്താം. അതായത് ഇതിൽ ഉൾപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങളിലാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇപ്പൊ എല്ലാ പരീക്ഷയിലും ചോദ്യമായി വരുന്നുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ, മൗലികാവകാശങ്ങൾ, ഇത് 3ഉം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്കാണ് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുക. ഇവിടെ ഉൾപ്പെടുന്നവ, ഏക പൗരത്വ നിയമം ഉൾപ്പെടുന്നുണ്ടാ? ഏക പൗരത്വ നിർദ്ദേശക തത്വങ്ങളിൽ ഇല്ല. യൂണിഫോം സിവിൽ കോഡാണ് അവിടെ വരുന്നത്. പിന്നെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ശരിയാണ്. ഇന്ത്യയുടെ അഖണ്ഡത, ഇത് മൗലിക കർത്തവ്യങ്ങളിലാണ് നമുക്ക് കാണുന്നത്. അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് മൗലിക കർത്തവ്യങ്ങളാണ് പറയുന്നത്. അപ്പോ 1ഉം 2ഉം എന്ന ഓപ്ഷൻ ഇല്ല. ഇവിടെ 2 മാത്രം എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് കിട്ടേണ്ടത്. 2 മാത്രം, അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പകരം അവര് യൂണിഫോം സിവിൽ കോഡ് എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ 1ഉം 2ഉം എന്ന് പറയുന്ന ഇതിലേക്ക് എത്തും. പക്ഷെ അവിടെ നമുക്ക് ഈ ഉത്തരം എന്താണ്? ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇത് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ ഈ കാര്യങ്ങൾ, ഏക പൗരത്വ നിയമം എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നില്ല എന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഓപ്ഷനിൽ ഇത് കട്ട് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. പിന്നെ 2ഉം 3ഉമാണ്. ആ 2ഉം 3ഉം ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പുക എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിലുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇതില്ല. അത് മൗലിക കർത്തവ്യങ്ങളാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമല്ല എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. അടുത്തത്, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1, ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ശരിയാണോ? 6 വർഷത്തേക്കാണോ? ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണ് ഈ ഉത്തരം, ഈ ഒരു ചോദ്യം ഇവിടുന്ന് തന്നെ ഇവിടെ ശരിയായ പ്രസ്താവനയാണ്. ഉപരാഷ്ട്രപതി 6 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ശരിയാണോ? കാരണം രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? എന്നൊരു സ്ഥിരം സഭയാണ്. പക്ഷെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഇപ്പൊ 2 വർഷം കൂടുമ്പോൾ 3ൽ 1 പേര് എന്താണ് അതിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഇത് ശരിയാണോ? 6 വർഷത്തേക്കാണോ? ശരിയാണോ? അല്ല, ഇത് ശരിയല്ല, അത് തെറ്റാണ്. ഈ പ്രസ്താവന നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞാൽ ഈ ഉത്തരം നിങ്ങൾക്ക് ശരിയായി, നിങ്ങൾക്ക് ഇവിടെ 1 മാർക്ക് കിട്ടും. 6 വർഷത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്, ഇത് തെറ്റാണ്. 5 വർഷത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന വസ്തുത അറിഞ്ഞു കഴിഞ്ഞാൽ 1 വരുന്നതെല്ലാം ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം, ഓൾ ഓഫ് ദ എബവ്. ഉത്തരം 2ഉം 3ഉം എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. 2ഉം 3ഉം എന്ന് പറയുന്ന ഓപ്ഷൻ ബിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ചോദ്യങ്ങളെ കാണണം, ഇങ്ങനെ ചോദ്യങ്ങളെ എന്താണ് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിയാണ്. അടുത്തത്, കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വീണ്ടും ശരിയായ പ്രസ്താവന കോടതികളുമായി ബന്ധപ്പെട്ട്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ശരിയാണ്, ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. അടുത്തത്, സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. ഇത് 3ഉം ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് എല്ലാം ശരിയാണെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 143 പ്രകാരമാണ് സുപ്രീം കോടതിക്ക്, അതായത് നമ്മൾ സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനോട് 143 ആണെന്ന് പറയും. അതായത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയുന്നതാണ്. അങ്ങനെയൊന്ന് വെച്ച് നമ്മൾ ആ ഒരു കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനോട് രാഷ്ട്രപതിയോട് 143 ആണെന്നങ്ങ് പഠിച്ചു വെക്കുക. അടുത്തത്, ഇനി കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? കേന്ദ്ര ലിസ്റ്റ്
ഇതിൽ നമുക്ക് കൃഷി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പോട്ടെ വിദേശ കാര്യം എന്ന് പറയുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെടുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയായത് കണ്ടെത്താം. അത് വരാത്തത് 2ഉം 3ഉം മാത്രമാണ്, അതങ്ങ് ഒഴിവാക്കാം. ബാക്കി എന്താണ് കേന്ദ്ര ലിസ്റ്റിൽ വരുന്നതാണ്. അതിൽ കൃഷി എന്ന് പറയുന്നത് കൃഷി വകുപ്പ് കേരളത്തിന്റെ ഇതാണ്. അപ്പൊ അത് കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 3 എന്താണ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. 1ാമത്തെ ഒഴിവാക്കി, 2ാമത്തെ ഒഴിവാക്കി, 3ാമത്തെ ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ 1 and 2 എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒന്ന് വിദേശകാര്യം കേന്ദ്രവും കൃഷി കേരളവും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റുമാണെന്ന് അറിയാൻ വേണ്ടി സാധിച്ചാൽ ബാക്കി നമുക്ക് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഏതിൽ വരുമെന്ന് അറിയില്ലെങ്കിൽ പോലും എന്താണ് നമുക്ക് ഉത്തരം എത്താൻ വേണ്ടി സാധിക്കും 1ഉം 2ഉം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ 73ാം ഭേദഗതി ശരിയായ പ്രസ്താവനയാണ് ഇവിടെയും വേണ്ടത്. ഇവിടെയും ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. ഓക്കെ, ശരിയായ പ്രസ്താവന. അപ്പൊ ഏതാണ് 73ാം ഭേദഗതി ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 73 അല്ല, അത് 42 എന്ന് അറിയുന്ന ഒരാൾക്ക് മറ്റു ചോദ്യങ്ങൾ വായിച്ചു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഒന്ന് വരുന്നത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. മറ്റൊന്നും നമുക്ക് നോക്കണ്ട. ഇനി അനുച്ഛേദ 32 പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 3 വരുന്നത്. ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി ഒഴിവാക്കില്ല. അപ്പൊ 1ാമത്തെ ചെറു ഭരണഘടന എന്ന് അറിയാമെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് ഇതിന്റെ പ്രാധാന്യം എന്ന്. ഒരു ഓപ്ഷൻ വായിച്ച് അതിന്റെ ഉത്തരത്തിലേക്ക് നോക്കുക. അടുത്തത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന റൗണ്ട് ചെയ്യണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് പ്രധാനം. ഇതിൽ നിയമസഭ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്നും തദ്ദേശം ആണ് എന്നും അറിയാം. ഇതിപ്പോ കറന്റ് അഫയേഴ്സ് ആണ്, ചിലപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ശരിയായത് 3 ശരിയും 2 തെറ്റാണെങ്കിൽ 2 വരുന്നത് ഒഴിവാക്കാം. 2 തെറ്റാണ്, 1ാമത്തെ ഒഴിവാക്കാം, 2ാമത്തെ ഒഴിവാക്കാം, ഓൾ ഓഫ് ദ എബവ് ഒഴിവാക്കാം. അങ്ങനെയാകുമ്പോൾ ഓൺലി 1 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ സിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഈ ഒരു കറണ്ട് അഫയേഴ്സ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും, ഇത് ഷാജഹാൻ ആണോ അല്ലയോ എന്ന് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു ഓപ്ഷന്റെ കാര്യങ്ങൾ. അത് വായിച്ചു നോക്കുക. ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് വായിച്ച് ഓപ്ഷനുമായി ഒന്ന് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, പൊരുത്തപ്പെട്ട് നോക്കണം. എങ്കിൽ മാത്രമേ അത് ശരിയായ രീതിയിൽ നമുക്ക് കിട്ടും. അടുത്ത മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. ഉണ്ടോ? ഉണ്ട്. ശരിയാണ് നോക്കേണ്ടത്. ശരിയാണ് 11 മൗലിക കർത്തവ്യങ്ങൾ. അങ്ങനെ 1 വരുന്നത് ഏതൊക്കെയാണ്? എല്ലാം. ഇത് മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 1ാമത്തെ ഡിലീറ്റ് ചെയ്യാം. ബാക്കി ആർട്ടിക്കിൾ 51A മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത് ശരിയാണ്, അത് നമുക്കറിയാം. അപ്പൊ 2 വരുന്നത് നമുക്ക് കിട്ടും. 1ഉം 2ഉം വരുന്നത് 1ഉം 3ഉം എന്നുള്ളത് ഒഴിവാക്കാം. എയോ സിഒ ഡിയോ എന്ന് പറയുന്നതും. അടുത്ത ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ശരിയാണ്, ഇതും കട്ട് ചെയ്യാം. ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. വളരെ വളരെ എളുപ്പത്തിലുള്ള നമുക്ക് ചോദ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ, പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ്, നമ്മുടെ രാഷ്ട്രീയം തന്നെ അങ്ങ് നോക്കിയാൽ മതി പെടുന്നതൊക്കെ. ഇതിൽ രാഷ്ട്രീയമായി ബന്ധപ്പെടുന്നത് നോക്കാം. ഇത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നമുക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാൻ സാധിക്കൂ? അല്ല, ഇത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അത് നമുക്ക് സഞ്ചരിക്കാനുള്ള അവകാശമാണ്, രാഷ്ട്രീയ അവകാശമല്ല. ഇത് 3 തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 3 വരുന്നത് നമുക്ക് കട്ട് ചെയ്യാം. ഇത് അതിൽ പെടുന്നത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇതങ്ങ് കട്ട് ചെയ്യാം. ഈ ഒരു 3 വരുന്നത് കട്ട് ചെയ്യാം. അടുത്ത ഔദ്യോഗിക സ്ഥാനങ്ങൾ, നമ്മൾ MPയോ MLAയോ ഒക്കെ ആകുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയപരമായ അവകാശത്തിലൂടെയാണ്. രാഷ്ട്രീയ 1 നമുക്ക് ഉണ്ട്. 1 വരുന്നത് അപ്പൊ 4 മാത്രമല്ല 1 ഉണ്ട്. അപ്പൊ BO DO എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും. പിന്നെ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, നമുക്ക് ഫേസ്ബുക്ക് മറ്റും വിമർശനം നടത്തുന്നുണ്ട്. അതെന്താണ്? അത് രാഷ്ട്രീയപരമായ അവകാശം. ഗവൺമെന്റിനല്ല, ഗവൺമെന്റിനെ ഭരിക്കുന്ന രാഷ്ട്രീയത്തെയാണ് നമ്മൾ വിമർശിക്കുന്നതെന്ന് ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ 2ഉം ഉണ്ട്. അങ്ങനെ 1ഉം 2ഉം വന്നു. പിന്നെ 3 ഇല്ല. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. വോട്ടവകാശം നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. അങ്ങനെ ആകുമ്പോൾ ഇതും കട്ട് ചെയ്ത് ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താം. ഇതിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം മാത്രമാണ് രാഷ്ട്രീയ അവകാശം.
അല്ലാത്തത്, ബാക്കിയെല്ലാം രാഷ്ട്രീയ അവകാശമാണ് എന്ന രീതിയിലേക്ക് നമുക്ക് എത്തപ്പെടാം. അങ്ങനെയാകും ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഉത്തരം. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. രാഷ്ട്രീയവുമായി ഔദ്യോഗിക സ്ഥാനങ്ങൾ മന്ത്രിയോ എംപിയോ MLA ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ രാഷ്ട്രീയമാണ്. ഗവൺമെന്റിനെ വിമർശിക്കാനും അത് രാഷ്ട്രീയമാണ്. പ്രായപൂർത്തി വോട്ടവകാശവും രാഷ്ട്രീയമാണ് എന്നങ്ങ് ചിന്തിക്കുക. ഓക്കെ, അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണ്? ഇതില് രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഇതില് നിങ്ങൾക്ക് രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല എന്നും രാജ്യസഭാംഗങ്ങളെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നതെന്നും അറിയാമെങ്കിൽ അത് ചോദ്യം നോക്കുക, തെറ്റായ വസ്തുതകളാണ് ഏതെല്ലാം, തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല, സ്ഥിരം സഭയാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ, ഈ ഉത്തരം തെറ്റാണ് എന്നറിയാമെങ്കിൽ വരുന്ന കാര്യങ്ങൾ വരുന്നത് മാത്രം വെക്കുക. 1, 3 ഒഴിവാക്കാം, 3, 4 ഒഴിവാക്കാം, 1, 4 ഒഴിവാക്കാം. വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് സി ആണ്. അത് സി ആണ്. അവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഉത്തരത്തിലേക്ക് എത്താം. തെറ്റായ വസ്തുത കാണണം. തെറ്റ്, രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. ശരിയാണ്. രാജ്യസഭ അംഗങ്ങളെ 5 വർഷത്തേക്കല്ല 6 വർഷത്തേക്കാണ്. പിന്നെ രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണോ? അല്ല, ജനങ്ങളുടേത് ലോക്സഭയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരം ഓപ്ഷൻ സി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ഇങ്ങനെ ഈ രീതിയിലേക്ക് പോവുക. അടുത്തത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1, ജസ്റ്റിസ് ഹരിലാൽ ജെ കനി ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇവിടെ ശരിയായതാണ് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം ഇത് നോക്കി വെക്കണം. ശരിയായത്, സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ശരിയാണോ? ശരിയാണ്. അപ്പൊ അങ്ങനെ ഇതും കളയാം, ഇതും കളയാൻ വേണ്ടി സാധിക്കും. പിന്നെ ബിയും സിയുമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി. അതിൽ എന്താണ്? ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇത് ശരിയാണോ? ശരിയാണ്. ഇത് ശരിയാണ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? AJ ദേശായി ആണോ? അല്ല, ഇതല്ല. കറണ്ട് അഫയേഴ്സ് അറിയാമെങ്കിൽ അല്ല, ഇതും അല്ല. ഹൈക്കോടതികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഹൈക്കോടതിക്കും മുകളിലാണ് സുപ്രീം കോടതി. അപ്പൊ ഇതെല്ലാം എന്നറിയാമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ 1ഉം 2ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക്, 1ഉം 3ഉം എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് ചോദ്യങ്ങളെ കാണേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ചോദ്യങ്ങളെ കാണേണ്ടത്. ഓക്കെ, ഇത്രയുമാണ്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം ഇനി അങ്ങോട്ട് നിങ്ങളുടെ പഠനം അല്ലെങ്കിൽ ചോദ്യങ്ങളെ പഠിക്കുന്നത്. ഒരു ടോപ്പിക്കിനെ കുറിച്ച്, നിർദ്ദേശക തത്വങ്ങളോ മൗലികാവകാശങ്ങളോ മറ്റെന്തോ ആയിക്കോട്ടെ, അത് എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പരമാവധി ടോപ്പിക്കുകൾ നമുക്ക് കുറച്ചുകൂടി അനലിറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നാൽ ഇത് ശരിയാകുമോ എന്ന് കൃത്യമായി വസ്തുനിഷ്ഠയോടെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്കോടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. നമ്മൾ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ്, അതായത് 10th പ്രിലിംസ് ആണ്. അതിൽ പിന്നെ ടൈം സ്റ്റോർ കീപ്പർ ഉണ്ട്, അസിസ്റ്റന്റ് ടൈം കീപ്പർ ഉണ്ട്, പ്യൂണിന്റെ എക്സാം ഉണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡെയിലി വീഡിയോ ഓഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഡെയിലി CA ക്ലാസ്, PDF നോട്ട്, കറണ്ട് അഫയേഴ്സിന്റെ നോട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ SCRTയുടെ സ്പെഷ്യൽ ക്ലാസ്സും നോട്ടുകളും ഉണ്ട്. വീക്കിലി ഡെയിലി ക്വിസുകൾ, മോക്ക് ടെസ്റ്റുകൾ, PYQ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ ആകെ വാങ്ങിക്കുന്നത് 330 രൂപയാണ്. പ്രിലിംസ് പരീക്ഷ കഴിയുന്ന സമയം വരെ നമ്മൾ വാങ്ങിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 73 0 66 62 33 4 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, 730 666 2334 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മറ്റൊരു നല്ല ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.